നമ്മൾ ഡെയിലി ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതേസമയം നമ്മുടെ ലൈഫും വളരുന്നുണ്ടെന്ന്? ചെടി നനയ്ക്കുന്നതിലൂടെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ആണ് പ്ലാന്റ് വാട്ടറിംഗ് മാനിഫെസ്റ്റേഷൻ. ഇത് വെറും ഒരു ചെടി നനയ്ക്കൽ മാത്രമല്ല, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വഴി കൂടെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചെടിക്ക് ഒഴിക്കുന്ന വെള്ളത്തിൽ സക്സസ് ഇൻഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലൈം ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലെമൺ ഇട്ട് വെക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഓറഞ്ച് ഇൻഫ്യൂസ്ഡ് വാട്ടർ ഉണ്ട്, ഓറഞ്ച് ഇട്ട് വെക്കുന്ന വെള്ളം. അതുപോലെ നമ്മൾ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ ഗോളിലുള്ള സക്സസ് ആ ഒരു വെള്ളത്തിൽ ഒരു പ്രകാശമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. ഇനി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും. ഇനി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് കൊടുക്കുക. ഈ ചെടി വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇലകൾ വിരിയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്നു. ഇങ്ങനെ അഫർമേഷൻസ് പറയാം. ഇനി നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്ലാന്റിൻ്റെ വളർച്ചയൊന്ന് നിരീക്ഷിക്കുക. ഓരോ പുതിയ ഇല കാണുമ്പോഴും അത് നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് കാണാം. അതുപോലെ ചെടിക്ക് അമിതമായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ വേവലാതിപ്പെടുന്നത് തടസ്സങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, ഓക്കെ? അല്ലാതെ ഈ റിസൾട്ടിൻ്റെ പുറകെ നമ്മൾ ഒബ്സസ്ഡ് ആവരുത്. നമ്മുടെ ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ നൽകുക, അതിനുശേഷം അത് സംഭവിക്കാനായിട്ട് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക.